ജനം പതിവില്ലാത്ത ബഹളത്തിൽ മുങ്ങിയിരിക്കുന്നു. അങ്ങകലെ സൈനികരുടെ കാൽപ്പെരുമാറ്റവും ജനക്കൂട്ടത്തിലെ അമർഷധ്വനിയും കേൾക്കാം. ഈ ബഹളത്തിലെല്ലാം നടുവിൽ റോമൻ ഗവർണറായ പന്തിയൂസ് പീലാത്തോസിന്റെ അരമന തല ഉയർത്തിയിരിക്കുന്നു. അരമനയുടെ പ്രധാന വാതിലുകൾ തുറന്നു. പീലാത്തോസ് പുറത്തേക്ക് വരും. അവന്റെ മുഖത്ത് ഒരസ്വസ്ഥത കാണും. അവന്റെ മുന്നിൽ പടയാളികളുടെ കാവലിൽ ബന്ധനസ്ഥനായ യേശു നിൽക്കുന്നു. കാഴ്ചയിൽ അവൻ ശാന്തനും എന്നാൽ ദുഃഖിതനുമാണ്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ, മുഖത്ത് ക്ഷീണത്തിന്റെയും വേദനയുടെയും അടയാളം. തന്റെ വാക്കുകളാലും പ്രവൃത്തികളാലും ജനഹൃദയത്തിൽ ഇടം നേടിയ, ഇപ്പോൾ രാജദ്രോഹക്കുറ്റം ചുമത്തപ്പെട്ട് വിചാരണയ്ക്ക് വിധിക്കപ്പെട്ടവനായി അവിടെ നിൽക്കുന്നു. അരമനയുടെ മുറ്റത്ത് ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞിരിക്കുന്നു. യഹൂദ നേതാക്കന്മാരും പുരോഹിതന്മാരും യേശുവിനെതിരെ ആരോപണങ്ങളുമായി കാത്തിരിക്കുന്നു. അവരുടെ കണ്ണുകളിൽ അടങ്ങാത്ത പകയും ക്രോധവും കാണാൻ. റോമൻ പടയാളികൾ ചുറ്റും കാവൽ നിൽക്കുന്നു. അവരുടെ മുഖം കർത്തവ്യക്രോധം മാത്രം. പീലാത്തോസ് യേശുവിനെ നോക്കുന്നു. അവൻ യേശുവിനോട് സംസാരിക്കുന്നു. അവന്റെ കുറ്റം എന്താണെന്ന് ആരായും. യേശു മറുപടിയൊന്നും പറയാതെ ശാന്തനായി. പുരോഹിതന്മാരും ജനക്കൂട്ടത്തിലെ ചിലരും ആക്രോശിക്കുന്നു. അവരുടെ വാക്കുകൾ യേശുവിനെതിരായുള്ള വിദ്വേഷങ്ങളുടേതായി. രാജ്യദ്രോഹം, ദൈവനിന്ദ എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നു. പീലാത്തോസ് അസ്വസ്ഥനാണ്. അനന്തരം ചമ്മട്ടി കൊണ്ടടിച്ച് യേശുവിനെ പറഞ്ഞയക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. യാതൊരു ധൈര്യമില്ലാതെ അവർ യേശുവിനെ അടിക്കാൻ തുടങ്ങും. ചമ്മട്ടിയിലെ മുള്ളുകൾ അവന്റെ മാംസത്തിൽ ആഴ്ന്നിറങ്ങും. യേശു വേദനയാൽ പുളയുന്നു. അവന്റെ ശരീരം വിറയ്ക്കുന്നു. അവൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വേദന സഹിക്കാനാവാതെ അവൻ നിശബ്ദനാകുന്നു. പടയാളികൾ പരിഹാസത്തോടെ ചിരിക്കുന്നു. ക്രൂരമായി ആസ്വദിക്കുന്നു. അവർ വീണ്ടും വീണ്ടും അടിക്കുന്നു. അവന്റെ ശരീരം മുറിവുകളാൽ നിറയും. മുള്ളുകൾ കൊണ്ടുള്ള കിരീടം തലയിലിരിക്കുന്നു. രക്തം ധാരധാരയായി പിടിച്ചു. തിരുനാളിന് തടവുകാരെ മോചിപ്പിക്കുക പതിവുണ്ടായിരുന്നവനാണ്. പീലാത്തോസ് യേശുവിനെയും കുറ്റവാളിയും കലാപകാരിയുമായ ബറാബാസിനെയും ജനങ്ങൾക്ക് മുന്നിൽ അവൻ ജനക്കൂട്ടത്തോട് ആരെയാണ് വിട്ടയക്കേണ്ടത് എന്ന് ചോദിച്ചു. ജനക്കൂട്ടം ഒറ്റ സ്വരത്തിൽ മറുപടി പറഞ്ഞു. പീലാത്തോസ് നിസ്സഹായനായി യേശുവിനെ നോക്കി. അവൻ ജനക്കൂട്ടത്തിന്റെ ഇഷ്ടത്തിന് വഴങ്ങാൻ നിർബന്ധിതനാകും.
പരിശ്രമമെല്ലാം നിഷ്ഫലമാവുകയാണെന്നും കലഹം വർദ്ധിക്കാനാണ് സാധ്യതയെന്നും മനസ്സിലാക്കിയതിനാൽ അദ്ദേഹം വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈകൾ കഴുകിക്കൊണ്ട് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയും. അങ്ങനെ യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അനന്തരം ഭാരമേറിയ ഒരു കുരിശ് യേശുവിന്റെ തോളിൽ വെക്കുന്നു. അവൻ കിതപ്പോടെ ആ ഭാരം താങ്ങാൻ ശ്രമിക്കുന്നു. പടയാളികൾ അവരെ വലിച്ചഴച്ച് അരമനയുടെ പതി കിടക്കുന്നു. യേശു പതിയെ മുന്നോട്ട് മടങ്ങുന്നു. ഓരോ ചുവടും വേദന നിറഞ്ഞതാണ്. പിന്നാലെ കരയുന്ന ഒരു കൂട്ടം ആളുകൾ. പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് ഗാഗുൽത്തായിലേക്കുള്ള ദുരിതയാത്ര ആരംഭിക്കുന്നു. അധികാരത്തിന്റെയും ദാഷ്ട്യത്തിന്റെയും പ്രതീകമായി ആ അരമന